എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സ് റിവിഷൻ ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ പാഠം വർഗങ്ങൾ, അതായത് സ്ക്വയേഴ്സ്. അപ്പോൾ എന്താണ് വർഗങ്ങൾ, അതായത് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ ആ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് നമ്മൾ വർഗങ്ങളെന്ന് പറയാം. 1ന്റെ വർഗം, 1ന്റെ സ്ക്വയർ, 1 × 1 എത്ര വരും? 2. 2ന്റെ സ്ക്വയർ 2 × 2 4. 3ന്റെ സ്ക്വയർ 3 × 3 9. 4ന്റെ സ്ക്വയർ 4 × 4 4 16. 5ന്റെ സ്ക്വയർ 5 × 5 25. 6ന്റെ സ്ക്വയർ 6 × 6 36. നിങ്ങൾ കുറഞ്ഞത് 20 സംഖ്യയുടെ എങ്കിലും സ്ക്വയർ മനസ്സിലാക്കിയിരിക്കണം. 7 സ്ക്വയർ 7 49. 8ന്റെ സ്ക്വയർ 8 64. 9ന്റെ സ്ക്വയർ 9 9 81. 10ന്റെ സ്ക്വയർ എത്ര? 100. 11ന്റെ സ്ക്വയർ 121. 12ന്റെ സ്ക്വയർ 144. 13ന്റെ സ്ക്വയർ 169. 14ന്റെ സ്ക്വയർ 196. 15ന്റെ സ്ക്വയർ 225. അപ്പോൾ സ്ക്വയർ ഇങ്ങനെ അറിയാത്തവർ ഗുണിച്ച് നോക്കി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഗുണിച്ച് നോക്കി കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ സമയം എടുക്കുക. അതുകൊണ്ട് കുറേ 20 സംഖ്യകളുടെ എങ്കിലും വർഗങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ ഗുണിക്കേണ്ട കാര്യമില്ല, എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം. 256. 16ന്റെ സ്ക്വയർ 256. 17ന്റെ സ്ക്വയർ 289. 18ന്റെ സ്ക്വയർ 324. 19ന്റെ സ്ക്വയർ 361. 20ന്റെ സ്ക്വയർ എത്ര വരും? 20 × 20 400 എന്ന് വരും. ഇനി നമ്മൾ അടുത്തത് പെട്ടി വെച്ചിട്ട് സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. 11ന്റെ സ്ക്വയർ. 11ന്റെ സ്ക്വയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ബോക്സ് വരച്ചിട്ട് 11നെ 10 + 1 എന്ന് എഴുതാം. എന്താണ് 10 + 1 ഹോൾ സ്ക്വയർ 11. അപ്പോൾ നമ്മൾ പെട്ടി വരച്ച് 10ഉം 1ഉം ആക്കി എഴുതും. 10 ഇവിടെ 1, അത് കണക്ക് ഇവിടെ താഴോട്ട് 10 1. അപ്പോൾ അങ്ങോട്ട് ഗുണിക്കാം. 10 × 10 എത്ര വരും? 100. 10 × 1 എത്ര? 10. 1 × 10 അത് ഈ ബോക്സിൽ എഴുതും. 1 10. 1 × 10 10. 1 × 1 ഇവിടെ എഴുതും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ കൂട്ടും, ഹൊറിസോണ്ടൽ വൈസ് കൂട്ടും. 100ഉം 10ഉം എത്ര വരും? 110. 10ഉം 1ഉം എത്ര വരും? 11. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്രയാണ്? 121. അപ്പോൾ ഇതാണ് ബോക്സ് വരച്ച് സ്ക്വയർ കണ്ടുപിടിക്കുന്ന രീതി. അപ്പം ഇതിൻ്റെ ഉത്തരം നമുക്ക് എന്താ കിട്ടും? 121. 11ന്റെ സ്ക്വയർ ബോക്സ് വരച്ച് നമുക്ക് എന്ത് കിട്ടി? 121 കിട്ടി. 24 സ്ക്വയർ. 24 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 20 + 4 അല്ല, 20ഉം 4ഉം 24. അപ്പോൾ നമ്മൾ ബോക്സ് വരയ്ക്കുന്ന 20 എഴുതുന്നു, ഇവിടെ 4 എഴുതുന്നു, ഇവിടെ 20, ഇവിടെ 4 എന്നിട്ട് ഇങ്ങനെ ഗുണിച്ച് ഇവിടെ വേണമെങ്കിൽ ഒരു ബോക്സ് വരച്ചിട്ട് ഇവിടെ എഴുതാം. ബോക്സ് വരയ്ക്കാതെ നമുക്കിവിടെ ആൻസർ എഴുതി കൂട്ടാം. 20 × 20 400. 20 × 4 24 80. 4 × 20 80. 4 × 4 4 16. ഇനി ഇത് കൂട്ടുമ്പോൾ നമുക്കിവിടെ എത്ര കിട്ടും? 400 80ഉം എത്ര? ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം, വരയ്ക്കണമെന്ന് നിർബന്ധവും ഇല്ല. മനസ്സിലായി? 480 480. അല്ലെങ്കിൽ വേണ്ട, വെറുതെ എന്തിനാ ഈ 2 ബോക്സ് ഇപ്പുറത്തോട്ടങ്ങ് കൂട്ടിയും എഴുതിയാൽ 480 480. ഇത് 480 വരും. 80ഉം എത്രയാവുന്ന? 16.
അപ്പോൾ എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 96. ഇങ്ങോട്ട് കൂട്ടുക. 6 8 9 17 4 1 5. അപ്പോൾ 24ൻ്റെ സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 576. അപ്പോൾ ബോക്സ് വരച്ച് നമുക്ക് 24ൻ്റെ സ്ക്വയർ നമ്മൾ കണ്ടെത്തി. 576. ഈ ചോദ്യം നോക്കിക്കേ. തന്നിരിക്കുന്ന പട്ടികയിൽ വിട്ടുപോയവ പൂരിപ്പിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത 24 തന്നെയാണ്. 20 4 20 4. ബോക്സിൽ ഈ കോളം എഴുതിയിട്ടില്ല, അവിടെ പൂരിപ്പിക്കാനുള്ളതാണ്. പക്ഷേ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. 20 × 20 400. ഇവിടുത്തെ ഉത്തരം എങ്ങനെയാണ് എഴുതുന്നത്? ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇവിടുത്തെ ഉത്തരം. 20 × 20 400, 20 × 4 80, 4 × 20 80, 4 × 4 16. അപ്പം നമ്മുടെ ആൻസർ ഏതാ? ഡി ആണ് അല്ലേ? 4 × 4 16 വിട്ടുപോയ ഭാഗത്തിലെ ആ ബോക്സിലെ ഉത്തരം. മനസ്സിലായി? ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും എക്സാമിനേഷന് വരിക. കൊടുത്തിരിക്കുന്ന 2 അക്ക സംഖ്യയുടെ വർഗം കാണുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു ബോക്സ് കാണാം. ഇത് എയും ബിയും സിയും ഡി ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അത് ഏത് സംഖ്യയാണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഏത് സംഖ്യയുടെ വർഗമാണ് കാണേണ്ടതെന്ന് അതും കണ്ടുപിടിക്കണം. പിന്നെ ആ സംഖ്യയുടെ വർഗം എത്രയെന്നും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കിക്കേ. ഇവിടെ 40 എഴുതിയിരിക്കുന്നത്. ഇവിടെ എഴുതുന്ന സംഖ്യയിലെ നമ്മൾ ഇവിടെ എഴുതുന്നത്. ഇവിടെ 40 എഴുതിയ ഇവിടെയും നമ്മൾ 40 എഴുതുന്നത്. 40 × 40 1600 അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം 11 നമ്മൾ 11 എഴുതുമ്പം 10 1 ഇവിടെ 1 എഴുതി. ഇവിടെ 10 1 10 × 10 100. അതല്ലേ നമ്മളിവിടെ എഴുതിയത്. അപ്പം 40 × 40 1600. അപ്പോൾ എത്ര? 40. 40 × ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഫലമാണ് 1600. അപ്പം 40 × 40 1600. അപ്പോൾ കിട്ടി. പിന്നെ ബിയും ഇവിടെ ഏത് സംഖ്യയാണോ എഴുതുന്നത് ആ സംഖ്യ തന്നെയല്ലേ ഇവിടെയും. ഇതിൻ്റെ അകത്ത് കിട്ടി നമുക്ക്. സിയും ഡിയും ഒരേ സംഖ്യയാണ്. സിയും ഡിയും ഒരേ സംഖ്യയാണ്. ബിയും കൂടെ ഗുണിക്കുന്നതാണ് ഇവിടെ 36 വന്നിരിക്കുന്നത്. ബി × ബി എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ 36. ബി × ബി സ്ക്വയർ 36. അപ്പോൾ ബി എത്ര? 36ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ബി എത്ര കിട്ടും? നമുക്ക് 6 കിട്ടും. ബി എത്ര കിട്ടും? 6. ഇവിടെ അപ്പോൾ ഇവിടെ 40, ഇവിടെ 6. അപ്പോൾ 40 6 46. ഇവിടെയും 6 തന്നെ അല്ലേ? അപ്പം സിയും ഡിയും ഒരേ സംഖ്യകളാണെന്നാണ് പറഞ്ഞത് അല്ലേ? ഈ സി എങ്ങനെ കിട്ടും? 40 × 6. ഇവിടെ 6. ഇവിടെ എത്ര? ബി 6. 6 × 40. 6 × 40 ഡി. 40 × 6 സി. സിയും ഡിയും ഒരേ സംഖ്യകളാണ്. അപ്പം എത്ര കിട്ടും? സി സമം ഡി സമം 40 × 6. 40 × 6 240. ഡിയും 240 തന്നെ. അപ്പം സി കാണാൻ നമ്മൾ എന്ത് ചെയ്യും? 40 × 6. സി സമം 2 എഴുതാം. സി സമം 40 × 6. ഡി കാണുന്നത് എങ്ങനെയാ? 6 × 40. 6 × 40 രണ്ടും 240. അപ്പം എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും എല്ലാം വില നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏത് സംഖ്യയുടെ വർഗമാണ് കാണേണ്ടത്? ഏത് സംഖ്യയുടെയാണ്? 40 + 6. 40 + 6 അതിൻ്റെ വർഗമാണ് കാണേണ്ടത്. 46ൻ്റെ വർഗം. ഇതാണ് 46ൻ്റെ വർഗം. ആ സംഖ്യയുടെ വർഗം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുമല്ലോ 40. ഞാനിവിടെ ഒന്നുകൂടി വരയ്ക്കാം.
40 6 40 6 1600 240 ഇവിടെ 240 36 ഇതെത്ര കിട്ടും? 1600 240 കൂടെ കൂട്ടുമ്പോൾ 1600 240 കൂടെ കൂട്ടുമ്പോൾ 0481 1840 കിട്ടും. 240 36 കൂടെ കൂട്ടുമ്പോൾ 240 36 കൂടെ കൂട്ടുമ്പോൾ 6 7 2 276 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 6 11 1 10 1 1 1 2. അപ്പം 2116. ആ സംഖ്യയുടെ വർഗം എത്ര കിട്ടി? 2116 കിട്ടി. മനസ്സിലായോ? ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള റിവിഷൻ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.